ഹലോ ഗൈസ്, ഇന്നലെ സന്ധ്യയ്ക്ക് ഞാനാണെങ്കിൽ വില്ലേജ് കുക്കിംഗ് ചാനലിൻ്റെ മാഗി ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം മാഗി കഴിച്ചാലോ എന്ന്. അപ്പോൾ തന്നെ ഞാനാണെങ്കിൽ കടയിൽ പോയി മാഗി വാങ്ങിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയതേ ഉള്ളായിരുന്നു. ഞാനങ്ങനെ വലിയ മാഗി ഫാനൊന്നും അല്ല, എനിക്കിങ്ങനെ തോന്നണം കേട്ടോ മാഗി കഴിച്ചാലോ എന്ന്. അപ്പോൾ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. സാധാരണ ഞാനാണെങ്കിൽ മാഗി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ സവാളയും തക്കാളിയും ഒന്നും എടുക്കാറില്ല കേട്ടോ. നോർമലി വെള്ളത്തിലിട്ട് മാഗി മസാല ഇട്ട് അങ്ങനെ എടുക്കത്തേ ഉള്ളൂ. ഇന്ന് പക്ഷേ സവാളയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു വെജിറ്റബിൾ കട്ടർ ആണെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറില്ല, പക്ഷേ മാഗി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, സവാളയൊക്കെ ഭയങ്കര ചെറുതാക്കി അരിഞ്ഞ് കിട്ടും കേട്ടോ, തക്കാളിയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് മാഗിയിൽ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇഷ്ടം. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുത്തു, മുട്ട പൊട്ടിച്ചൊഴിച്ചു, അത് നല്ലപോലെ ചിക്കി അതിലോട്ട് മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തേ. എന്നിട്ട് അത് സെറ്റാക്കിയതിന് ശേഷം പിന്നെ എണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും കൂടെ വഴറ്റിയെടുത്തേ. പലരും പല രീതിക്കായിരിക്കുമല്ലോ മാഗി ഉണ്ടാക്കുന്നത്, ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മുളക് ഇട്ട് കൊടുത്തു, അത് നല്ലപോലെ വഴറ്റുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയിട്ട് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് മാഗി മസാല ഇട്ട് കൊടുത്തു കേട്ടോ. വേണമെങ്കിൽ ഒരു കവർ മൊത്തം ഇടാൻ, ഞാൻ പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തുള്ളൂ. അങ്ങനെ ആ മസാല സെറ്റ് ആയതിനു ശേഷം വേവിച്ച് വെച്ച മാഗി ഇട്ട് കൊടുത്ത്, എന്നിട്ട് മാഗി മസാല മൊത്തം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പിന്നെ ഫസ്റ്റിലേ കുക്ക് ചെയ്ത മുട്ട അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. അങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത്, സോസ് ഇരിപ്പുണ്ടല്ലോ ഒന്ന്. ഇവിടെ പിസ്സ വാങ്ങിച്ചിട്ട് സോസ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി സോസ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. എന്നിട്ട് നല്ലപോലെ കൊഴിച്ചു കൊടുക്കുന്നുണ്ട്, ഞെക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആകെ ഇച്ചിരി ഉള്ളായിരുന്നു. എനിക്കാണെങ്കിൽ സോസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് കാര്യം കിട്ടിയാലും സോസ് തോനെ കഴിക്കും കേട്ടോ. 2 കവർ ഉണ്ടായിരുന്നു, അതിൽ ഒരു കവറാണെങ്കിൽ മിക്സ് ചെയ്യാൻ എടുത്തു, രണ്ടാമത്തെ കവറാണെങ്കിൽ ഡെക്കറേഷൻ എടുത്തു കേട്ടോ. അഥവാ ഞാൻ എങ്ങാനും ഈ സോസ് എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ അന്ന് രാത്രിയും പിറ്റേന്നൊക്കെ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരുന്നേനെ, അയ്യോ എടുത്തില്ലല്ലോ എന്ന്. എന്തായാലും മാഗി സൂപ്പറായിരുന്നു. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്, ബൈ.